ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് അടുക്കളയാണ്. അമ്മ പുറത്ത് പോയി, നെടുമങ്ങാട് വരെ പോയതാണ്. അപ്പോൾ പോയപ്പോഴത്തേക്കും മീൻകറി വെക്കണം എന്നും പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിട്ട് പോയി. ഈ വലിയ ചട്ടിയിൽ മീനെല്ലാം കൂടി വെച്ചിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടാണ് പോയത്. അപ്പം പൊരിക്കുകയോ വേണം, കറി വയ്ക്കുകയോ വേണം. ഞാൻ എന്ത് ചെയ്തു, വേറൊരു ചട്ടിയും കൂടെ എടുത്ത് വെച്ചിട്ട് കറി വയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം അതിൻ്റെ അകത്തോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് പറ്റിയെന്ന് പറഞ്ഞൂടാ, ആ ചട്ടി ഒന്ന് തറയിൽ വീണ് ചെറുതായിട്ടൊന്ന് പൊട്ടി. പുതിയ ചട്ടിയും കൂടിയായിരുന്നു. അയ്യോ, ഞാനിത് മനഃപൂർവ്വം ചെയ്തല്ലത്. ഞാൻ എങ്ങനെ എല്ലാവരും പറഞ്ഞ് വിശ്വസിപ്പിക്കുമെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഒരു ചട്ടി പൊട്ടിച്ചിട്ടുണ്ട്. തുടക്കം വളരെ നല്ലതായിരുന്നു, കുഴപ്പമില്ല. എന്തായാലും മര്യാദയ്ക്ക് ആദ്യമേ ഈ പാത്രം ഇടിരുന്നതാണ്, എന്നിട്ട് പോരാനിട്ടാണ് മറ്റേത് എടുക്കാൻ പോയത്. പിന്നെ പൊരിക്കാനുള്ളെല്ലാം കൂടി ഇതിലോട്ടെടുത്ത് മാറ്റി വെച്ചു. എൻ്റെ മുട്ട അച്ഛന് വേണ്ടിയിട്ട്. ആദ്യം അരി തിളച്ചിരിപ്പുണ്ട്, അപ്പോൾ അതിനെ ഒന്ന് വാർത്തെടുത്ത് വെക്കട്ടെ. എടുക്കാൻ പറ്റില്ല. അമ്മ പോയപ്പോഴത്തേക്ക് എന്താ തേങ്ങയൊക്കെ ചിരകി പോയിട്ടുണ്ട്. തേങ്ങ ചിരക എന്ന് പറയുന്നത് തന്നെ കൊല്ലുന്നതിന് തുല്യമായിട്ടുള്ളൊരു പണിയാണ്. എനിക്കിഷ്ടമല്ല. കഴുകി ഇത്രയും കഷ്ണങ്ങളാട്ടോ, മുള്ളും അങ്ങനത്തെ മുള്ളു തല സാധനങ്ങളെല്ലാം കറി വയ്ക്കാനും എടുത്തിട്ടിട്ട് നല്ല പീസസ് എല്ലാം പൊരിക്കാനും മാറ്റി വെച്ചിട്ടുണ്ട്. മീൻകറി കുറച്ച് പുളി. എൻ്റെ മീൻകറി എടുത്താൽ അതിൻ്റെ അകത്ത് ഹൈലൈറ്റ് ആയിട്ട് എടുക്കുന്ന സാധനമായിരിക്കും പുളി എന്ന് പറയുന്നത്. എനിക്ക് പുളി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരെ കൊണ്ടും പുളി തെറ്റിക്കും. കുറച്ചുകൂടെ ഞാൻ ആക്ച്വലി ഈ മീനിനെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുന്ന മീനായിരുന്നു. പക്ഷേ സാങ്കേതിക തടസ്സങ്ങൾ കാരണം ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റില്ല. അതായത് ഇത്രയും അരി മാത്രമേ ബാക്കിയുള്ളൂ. ഇനി ഇത് വാങ്ങണമെങ്കിൽ പോയി മേടിച്ച് കൊണ്ടുവന്ന് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഞാൻ തന്നെ പോകണം. സോ ഡിഫിക്കൽട്ട്. അതുകൊണ്ട് പിന്നെ പ്ലാനാണ് ഞാൻ ഡ്രോപ്പ് ചെയ്യും. ചൂര മീൻ കറിയും മീൻ പൊരിച്ചതും ചോറും അന്തസ്സ് കുരുമുളക് വേണം. അരിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഓടാൻ കഴിയും, അതുകൊണ്ട് കുറച്ച് വെള്ളം ഇട്ടിട്ട്. അമ്മ വന്ന് ചട്ടി പൊട്ടിച്ച്. പുതിയ ചട്ടിയാ, 3-4 മാസമേ ആയുള്ളൂ. ഞാനാ പോയി മേടിച്ചു കൊടുത്തതും. നല്ല ചട്ടിയായിരുന്നു, നല്ല ഭംഗിയുള്ളതായിരുന്നു. അതിൽ കറി വെക്കാമെന്നും പറഞ്ഞ് ഞാൻ എടുത്തു വെച്ചതാ മുകളിൽ. എന്തായാലും ഇത് അരച്ചെടുക്കാം. കുറച്ച് വെള്ളവും കൂടി വെച്ചിട്ട് നല്ലോണം അരച്ചെടുക്കാം. ചട്ടിയൊക്കെ പൊട്ടിച്ചാടി. നിന്നെ ഇത്തിരി മീൻകറി വെക്കി ഏൽപ്പിച്ചെന്നും പറഞ്ഞ് നീ ചട്ടി പൊട്ടിച്ചാടി. അതുകൂടെ നീ പിടിയടി. ഈ കത്ത് ചട്ടിയാടി പൊട്ടിച്ച പുതിയ ചട്ടി. ഞാൻ പരിപ്പ് വയ്ക്കാൻ വാങ്ങിച്ചു വെച്ചിരുന്ന ചട്ടി. എത്ര രൂപ ചട്ടിയടി? അതുകൂടെ പിടിയടി. പിടിക്കാൻ ആ ചട്ടി കൂടെ ഇനിയുള്ള ഇത് മറ്റന്നാ എൻ്റെ അച്ഛന് ചോറ് വെച്ച് കൊടുക്കാൻ. ഞാൻ വെക്കണോ ചോറ് ചട്ടിയിൽ? പിന്നെ വെച്ചാൽ കുഴപ്പം. ചട്ടിൻ്റെ ഭംഗിയുണ്ട്. ഞാൻ ജസ്റ്റ് മീൻകറി വെക്കാൻ വേണ്ടി അത് എടുത്തു വിടത്ത് വെച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ. മീനിട്ടതോ അത് മീനും കൂടെ പറയുള്ളൂ. തക്കാളി ഉണ്ടാകാൻ ചൂണ്ടൊന്നുമില്ല. തക്കാളി മുരിങ്ങയ്ക്ക ഉണ്ടോ? അച്ഛനും അമ്മയും വീട്ടിലോട്ട് കയറുന്നതിന് മുന്നേ ഇല്ല കുരിപ്പുണ്ടല്ലോ, എൻ്റെ അനിയത്തി എന്ന് പറയുന്ന സാധനം, അവൾ എനിക്കിട്ട് പാര പണിയേണ്ടതാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ഇങ്ങനെയുള്ളതിനെ എന്ത് ചെയ്യണം നിങ്ങൾ പറയൂ. എന്ത് ഞാൻ ചെയ്യണം? കറിയിൽ കഷ്ണം കുറവായതുകൊണ്ട് 2 മുട്ട തക്കാളി, 2 പച്ചമുളക് ആൻഡ് കുറച്ച് മുരിങ്ങക്കായ. ബെഡ് കണ്ട ഞാൻ എന്തോ പറയുമായിരുന്നു, നാക്ക് കൂടിയോ. നമുക്ക് മീൻ പൊരിച്ചതല്ല പൊരിക്കണം.
മസാലയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ, എന്നിട്ട് നമുക്കിത് പൊരിക്കാം. ഇനി ഒരു 5 മിനിറ്റ് വെയിറ്റിംഗ് പ്രോസസ്സാണ്. എന്നിട്ട് നമുക്കിതിനെ എടുത്ത് പൊരിക്കാം. അമ്മ മാങ്ങ അരിഞ്ഞുകൊണ്ട് മറ്റന്നാൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് മാങ്ങ അരിഞ്ഞുകൊണ്ടിരുന്നതിന് ഞാൻ പോയി ഒരു സ്നേഹിക്ക് തിന്നാനും മീനിലിടാനും എടുത്തുകൊണ്ട് വന്നു. വലുത് അരിഞ്ഞൊന്നുമല്ല, അരിഞ്ഞ് വെച്ചിരുന്ന അടിച്ചു മാറ്റിക്കൊണ്ട് ഓടിയതാണ്. ഈ മിക്സ് ചെയ്യാൻ മൂന്നാമത്തെ തവണ എന്ന് കരുതാൻ പോകണമെങ്കിൽ ഓരോ കറിക്ക് ഓരോ മിക്സ് ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങളുടെ വീട്ടിലെ സ്റ്റേപ്പിൾ ഫുഡാണ് പയറെന്ന് പറയുന്നത്. പയറില്ലാത്ത ഒരു ദിവസം പോലും ഞങ്ങളുടെ വീട്ടിൽ ആർക്കും ഉണ്ടാവാറില്ല. ഈ അടുപ്പിൽ തീ കുറവാണ്. കാഴ്ചയിൽ വലിയ അടുപ്പ് ഇതാണെങ്കിലും തീ ഏറ്റവും കുറവാണ്. നല്ല ടേസ്റ്റുണ്ട്. ഇനി കൈയിടാൻ ചെന്ന് കൈയിരിക്കണ പിച്ചാത്തി വെച്ചമ്മ കൈ വെട്ടു. അതുകൊണ്ട് ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താൽ കഴിയുള്ളൂ. അപ്പം ഈ കറിയെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ചോറൊക്കെ വിളമ്പി വെച്ചിട്ട് കാഴ്ച തരാം. ഓക്കെ. വാട്ട് ആർ യു ഡൂയിങ് മമ്മി? മാങ്ങ പുളിശ്ശേരി. ആൻഡ് ദിസ് ഇസ് ഫോർ ദ മാങ്ങ അച്ചാർ. മീൻ കറി, പുളിശ്ശേരി. ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു. പേരറിഞ്ഞല്ലോ, കാണാലോ. കണ്ട ആരും അറിയില്ല. ഞാനല്ല ഇട്ടത്, അച്ഛൻ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി കുറച്ച് നേരം ഇരുന്ന് TV കാണണം. അതൊരു ചടങ്ങാണ്. കുറച്ച് നേരം ഏതെങ്കിലും ഒരു സിനിമ ഇട്ടിരുന്ന് കാണും. DNA സിനിമ. അത് കുറച്ചേ കണ്ടുള്ളൂ, ഓൺ ചെയ്തുള്ളൂ. അപ്പോഴത്തേക്ക് വെച്ച് വന്ന് വാർത്ത കാണണമെന്ന് പറഞ്ഞ് വാർത്തയിട്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ടിരുന്ന് ആ സിനിമ കാണണം. സിനിമ കണ്ട് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെന്താ, കാണുന്നതിൻ്റെ കൂടെ ഇരുന്ന് കുറച്ച് റെക്കോർഡ് എഴുതണം. കുറച്ച് എഴുത്ത് നടക്കുകയുള്ളൂ. എഴുത്തൊക്കെ വളരെ കുറച്ച് മാത്രമേ നടക്കുകയുള്ളൂ. ഇന്ന് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ഗൈസ്.